ആത്മാവിനെ ആവാഹിക്കാൻ പഠിച്ച പണി 18 പയറ്റെങ്കിലും ശ്രമങ്ങളെല്ലാം അവൾക്ക് മുമ്പിൽ വിഫലമായിക്കൊണ്ടേയിരുന്നു. എന്താണ് അവിടെ നടന്നത്? ആകാശഗംഗ എന്ന സിനിമ വെറും ഒരു കെട്ടുകഥയോ, അതോ പ്രണയപ്പകയിൽ എരിഞ്ഞൊടുങ്ങിയ ഒരു പെൺകുട്ടിയുടെ ജീവിത കഥയോ? പ്രതികാരദാഹം തന്നിൽ ആവാഹിച്ച് കോയിപ്പുറത്തുകാവിൽ അധിവസിച്ച ഒരു ഉഗ്രരൂപിയുടെ കൊടും പകയുടെ കഥയാണിത്. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഒരു കാലത്ത് കേരളക്കരയെ അടിമുടി പേടിപ്പിച്ച സിനിമയാണ് ആകാശഗംഗ. പ്രതികാരദാഹിയായ യക്ഷിയുടെ കഥ ഏറെ ചങ്കിടിപ്പോടെയാണ് അന്നെല്ലാവരും കണ്ടു തീർത്തത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആകാശഗംഗയിലെ യക്ഷി ഒരു സാങ്കല്പിക കഥയല്ല. പ്രണയത്തിന്റെ പേരിൽ വെന്തുരുകിയ പാവം ഒരു പെണ്ണിന്റെ യഥാർത്ഥ കഥയെന്നാണ് പറയപ്പെടുന്നത്. പ്രതികാരദാഹം തന്നിൽ ആവാഹിച്ച് കോയിപ്പുറത്തുകാവിൽ അധിവസിച്ച ഒരു ഉഗ്രരൂപിയുടെ കൊടും പകയുടെ കഥയാണിത്. അമ്മ പറഞ്ഞുകൊടുത്ത ഏഴില്ലം പാലയിൽ കുടികൊള്ളുന്ന പ്രതികാര ദുർഗയും പ്രണയാർദ്രയും സുന്ദരിയുമായ ഒരു യക്ഷിയുടെ കഥ. അവൾക്ക് ദേഷ്യം വന്നാൽ സംഹാരരൂപിയായും കണ്ണകിയായി മാറുകയും ചിലപ്പോൾ ആരെയും മോഹിപ്പിക്കുന്ന മോഹിനിയായി മാറുകയും ചെയ്യുന്ന ഒരു യക്ഷി. സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച അമ്മ പകർന്നു കൊടുത്ത ഈ കഥയാണ് വിനയൻ തന്റെ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇല്ലത്തെ തമ്പുരാൻ കുട്ടിയെ പ്രണയിച്ച കുറ്റത്തിന് ബ്രാഹ്മണർ പിടിച്ചുകെട്ടി പച്ചയ്ക്ക് അഗ്നിക്കിരയാക്കിയതായിരുന്നു അവളെ. ആ അരുംകൊലയ്ക്ക് ശേഷം അവൾ ഒരു ദുരാത്മാവായി മാറുകയായിരുന്നു. തനിക്ക് നിഷേധിച്ചതൊന്നും ഇനി അവിടെ ആരും അനുഭവിക്കരുത് എന്നുള്ളത് അവളുടെ ദൃഢനിശ്ചയമായിരുന്നു. അന്നു മുതൽ അവൾ അവിടുത്തെ തലമുറകളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. രാത്രിയുടെ 2 യാമങ്ങളിൽ അവളുടെ അട്ടഹാസത്തിലും അലറിയുള്ള കരച്ചിലുകളിലും ആ കാവ് ജനങ്ങളുടെ മനസ്സിൽ എന്നും ഒരു പേടി സ്വപ്നമായി. പിന്നീട് നേരം ഇരട്ടിയാൽ കോയിപ്പുറത്തുകാവിൻ്റെ അടുത്ത് ആരും വരാതെയായി. പലപ്പോഴും അവൾ ആരെയും വശീകരിക്കുന്ന ആകാര ഭംഗിയുള്ള സ്ത്രീയായി പുരുഷന്മാരെ ആകർഷിച്ച് തങ്ങളിലേക്ക് അടുപ്പിച്ച് അവരെ യമപുരിയിലേക്ക് അയക്കും. ഏതോ നിയോഗം പോലെ അപമൃത്യു നാടിന് ഒരു ശാപമായി. ആ നാട്ടിലുള്ള ആരോഗ്യവാന്മാരായ യുവാക്കൾ പോലും 40 വയസ്സ് പോലും എത്താതെ മരിച്ചുകൊണ്ടേയിരുന്നു. പുരുഷന്മാർ വാഴാത്ത നാടും വീടും തുടർക്കഥയായപ്പോൾ അതിൻ്റെ കാരണം തേടി പ്രശ്നം വെച്ചു. കാവിലെ പാലമരത്തിൽ താമസിക്കുന്ന പ്രതികാരദാഹിയായ ആത്മാവിൻ്റെ സാന്നിധ്യം അന്ന് അവർക്ക് മനസ്സിലായി. അവർ ആത്മാവിനെ ആവാഹിക്കാൻ പഠിച്ച പണി 18 പയറ്റെങ്കിലും ശ്രമങ്ങളെല്ലാം അവൾക്ക് മുമ്പിൽ വിഫലമായിക്കൊണ്ടേയിരുന്നു. ആലപ്പുഴ തകഴിക്കടുത്തുള്ള പുഴയ്ക്കരികിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ കോയിപ്പുറത്തുകാവ് ക്ഷേത്രം കാണാം. ഈ കാവിലേക്ക് സ്ത്രീകൾക്ക് ഒരു കാലത്ത് പ്രവേശനമുണ്ടായിരുന്നില്ല. അതിനാൽ ദൂരെ മാറി നിന്ന് വേണം സ്ത്രീകൾക്ക് തൊഴാൻ. ആയില്യം നാളിൽ കുളിച്ച് ഈറനണിഞ്ഞു വേണം യുവാക്കൾക്ക് അമ്പലത്തിൽ കയറാൻ. പ്രവേശനം കൂടാതെ ആരെങ്കിലും ഇവിടെ പ്രവേശിച്ചാൽ അതവർക്ക് വലിയ ദോഷമായാണ് ഭവിക്കുക. മോഷ്ടിക്കാൻ കയറിയവർക്ക് മരണം വരെ സംഭവിച്ച ചരിത്രം ഇവിടെയുണ്ട്. കാണിക്കപ്പെട്ടി മോഷ്ടിച്ചതിൻ്റെ പിന്നാലെയുള്ള ദുരിതങ്ങൾ മാറാൻ ഇപ്പോഴും 2 പേർ അവിടെ പൂജകൾ നടത്തുന്നുണ്ട്. പണ്ട് കാവിൻ്റെ അവകാശികളായ ബ്രാഹ്മണർ പേടി കാരണം സ്വത്തുക്കളെല്ലാം കിണറ്റിലിട്ട് മൂടി മണിനാഗത്തെ കാവലായി നിർത്തിയെന്നും പറയപ്പെടുന്നു. ഇപ്പോഴും ആയില്യം പൂജയുടെ സമയത്ത് നാഗങ്ങളെ നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. കുടുംബത്തിലെ യുവാക്കളുടെ ദുർമരണങ്ങൾ കാരണം പ്രശ്നം വെച്ച് ഉഗ്രരൂപിയായ യക്ഷിയെ തളച്ചെന്നും പിന്നീട് കുടുംബകാരണവന്മാരായ വലിയച്ഛനെയും ചെറിയച്ഛനെയും ദമ്പതി രക്ഷസുകളെയും യഥാവിധി പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്നാണ് വിശ്വാസം. ഇതോടെയാണ് നാശത്തിനൊരു അന്ത്യമുണ്ടായത്. ഈ വലിയച്ഛനെയും ചെറിയച്ഛനെയും ആസ്പദമാക്കിയാണ് വിനയൻ തൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയത്. സിനിമ ഇറങ്ങിയതിനു ശേഷം വിനയന് തൻ്റെ അമ്മയുടെ അരുളപ്പാട് സ്വപ്നത്തിലുണ്ടായെന്നും പറയുന്നു. നീ ഞാൻ പറഞ്ഞു തന്ന കഥകൾ വെച്ച് നമ്മുടെ കുടുംബത്തിനെ കളിയാക്കിയില്ലേ, അത് ശരിയായ ഒരു കാര്യമാണോ എന്ന അമ്മ വിനയനോട് ചോദിച്ചെന്നും വിനയൻ പറയുന്നു. അതോടെ ജീവിച്ചിരുന്നപ്പോൾ ആ അമ്പലം പുതുക്കി പണിയണം എന്ന അമ്മയുടെ ആഗ്രഹം വിനയൻ സാക്ഷാത്കരിക്കുകയായിരുന്നു. സിനിമ ഇറങ്ങിയതിനു ശേഷം സിനിമയെ വെല്ലുന്ന അനുഭവങ്ങളാണ് അതിലെ നടന്മാർക്കും അണിയറ പ്രവർത്തകർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഈ സിനിമയിൽ അഭിനയിച്ച പലരും ഇപ്പോൾ ജീവനോടെയില്ല. ഇതിലെ സുകുമാരിയും ഇന്നസെന്റും ഒഴിച്ചുള്ളവരുടെ മരണം അകാലത്തിലായിരുന്നു. സിനിമയിൽ യക്ഷിയായി വേഷമിട്ട് എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ നടിയാണ് മയൂരി. എന്നാൽ സിനിമ ഇറങ്ങി 2-3 കൊല്ലത്തിന് ശേഷം ദുരൂഹ സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് രാജൻ പിതേവ്, NF വർഗീസ്, കലാഭവൻ മണി, കൽപ്പന, ശിവജി, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരും തങ്ങളുടെ ആയുസ്സത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. കാര്യസ്ഥനെ യക്ഷി കൊല്ലാൻ ഓടിക്കുന്ന ഒരു രംഗം ആരും മറക്കാനിടയില്ല.
എന്നാൽ ഈ ഭാഗം അഭിനയിക്കുമ്പോൾ ശിവജിയുടെ വായിൽ നിന്ന് നുരയും പതയും വരികയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഉണ്ടായിരുന്നു. നടിയായി അഭിനയിച്ച ദിവ്യ ഉണ്ണിയും ഷൂട്ടിങ്ങിനിടെ പലതവണ നിലം തെറ്റി താഴെ വീഴുകയുണ്ടായി. പ്രതിവിധി എന്നോണം അവിടുത്തെ അമ്പലത്തിൽ വഴിപാടുകൾ കഴിച്ചാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയിരുന്നത്. വെറും ഒരു സിനിമയിലെ എല്ലാവരെയും വെറുപ്പിച്ച യക്ഷിയുടെ കഥ എന്ന നിലയിൽ മാത്രമേ പലർക്കും ഇതറിയൂ. എന്നാൽ പ്രണയത്തിൻ്റെ പേരിൽ കത്തിയമർന്നത് ഒരു പാവം പെൺകുട്ടിയുടെ പ്രതികാരത്തിൻ്റെ കഥ ഇന്നും പലരും അറിയാതെ പോകുന്നതാണോ? അതോ ഇതും മറ്റു കഥകളെപ്പോലെ ഒരു കെട്ടുകഥയാണോ?